പേരെന്താ? ഇർഫാന. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രാമു വഴിയിലൂടെ പോകുമ്പോൾ ഒരു 2000 രൂപ നോട്ടും ഒരു ഉണക്കമീനും കിടക്കുന്നത് കണ്ടു. രാമു ഉണക്കമീൻ എടുത്തു. 2000 രൂപ അവിടെ തന്നെ ഇട്ടു. എന്തുകൊണ്ട്? അറിയില്ല. രാമു വഴിയിലൂടെ പോയപ്പോൾ 2000 രൂപയോ ഒരു മീനും കണ്ടു. 2000 രൂപ എടുത്തില്ല, മീൻ മാത്രം എടുത്തു. എന്തുകൊണ്ട്? അറിയില്ല. ക്ലൂ വേണോ? നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഒന്നൂടെ പറയോ? പൂച്ച. എനിക്ക് ഇത്ര അടിപൊളിയായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞിരി സമ്മാനം നേടിയിരിക്കുകയാണ് ഗൈസ്. വാ അടുത്തോട്ട് വാ. പാട്ട് പാടാനറിയോ? പാടുക ഒരു പാട്ട്. അഴകുള്ള ഫാത്തിമ അരിമപ്പ് ഫാത്തിമ അള്ളാൻ്റെ ദൂതരെ പൂമോള് ഫാത്തിമ അരിയാർത്ഥങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ മതി. താങ്ക് യു. അടിപൊളി. അപ്പോൾ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് മൈക്കെയർ ആണ്. ഇത് അഗർബത്തിയാണ് കേട്ടോ. ഭയങ്കര നാച്ചുറലായിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഗർബത്തിയാണ്. മൈക്കെയറിൻ്റെ ആയുർവേദിക് ഇൻസെൻസ് സ്റ്റിക്കാണ് കിട്ടാൻ പോകുന്നത്. ഹാപ്പി ആയോ? വീട്ടിൽ കൊതുകൊക്കെ ഉണ്ടോ? കൊതുകുണ്ടോ വീട്ടിൽ? കൊതുകുണ്ടോ വീട്ടിൽ? അപ്പം മൈക്കെയറിൻ്റെ ഇതിൽ യൂസ് ചെയ്താൽ കൊതുകൊക്കെ പോകും. യൂസ് ചെയ്യോ? ഗിഫ്റ്റ് കൊടുക്കാം. രണ്ടാളും കൂടെ പിടിച്ചോ, ചിരിച്ചോ. താങ്ക് യു. ഹലോ, പേരെന്താണ്? സാജിദ ഫാത്തിമ. എവിടുന്നായിരുന്നു? ചട്ടഞ്ചാരി. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാവുന്നത് എന്താണ്? സ്വപ്നം. ഭയങ്കര ഈസി ആയി പോയോ? ഇല്ല, അല്ല. സ്വപ്നമല്ല, കണ്ണടിച്ചിട്ടാവുമ്പോൾ തുറന്നു കാണുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്, തരട്ടെ? പാട്ട് പാടാൻ അറിയോ? പക്ഷേ പാട്ട് പാടിയാലേ ഗിഫ്റ്റ് തരുള്ളൂ. ഗോൾഡൻ ഡയമണ്ട്സിലെ വൗച്ചറൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞു പാടുവോ? അമ്പിളിച്ചേലുണ്ട് ഇമ്പമണമുള്ള ഇമ്പത്തരുണയാ പൂമുത്ത് ഹാജറ. അടിപൊളി. താങ്ക് യു. പാട്ട് പാടാൻ അറിയോ? ഓ അടിപൊളിയാണല്ലോ, ചിരിക്കണ കാണാൻ. പാടുവോ? കണ്ണൊക്കെ ആരാ എഴുതി തന്നെ ഇത്ര സുന്ദരിയായിട്ട്? നോക്കിക്കേ, എവിടെ പല്ല് നോക്കിക്കേ. പല്ല് കാണിച്ചെന്ന് ചിരിച്ചേ. ചിരിക്ക്. ക്യാമറ നോക്കി ചിരിക്ക്. പാട് പഠിക്കോ? അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ആൻറ്റി ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. അവരുടെ ഒരു അടിപൊളി ഗിഫ്റ്റും ഉണ്ട്. അവരുടെ 6th ആനിവേഴ്സറിയായിട്ട് അനുബന്ധിച്ച് ഒരു ഗിഫ്റ്റ് വൗച്ചറും കൊടുക്കുന്നുണ്ട്. 500 രൂപയുടെ. 1 പവൻ്റെ സ്വർണ്ണം എടുക്കുമ്പോൾ നമുക്ക് 500 രൂപ ഓഫ് ഉണ്ട്. നമുക്ക് 2 ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാം. ഫസ്റ്റ് വൗച്ചർ കൊടുക്കാണ്. താങ്ക് യു. രണ്ട് പിടിക്കോ? താങ്ക് യു. പേരെന്താ? സാജിദ. എവിടുന്നായിരുന്നു? ഇവിടെ അടുത്ത് ബേക്കലോ തന്നെ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. തലയുള്ളപ്പോൾ ഉയരം കുറവും തലയില്ലാത്തപ്പോൾ ഭയങ്കര കൂടുതലും ഉള്ളത് എന്തിനാണ്? ആമ്പക്കല്ലേ? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. തലയുള്ളപ്പോൾ ഉയരം കുറവും തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലും ഉള്ളത് എന്തിനാണ്? ചോദിച്ചോ. ആരാ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? തലയുള്ളപ്പോൾ ഉയരം കുറവും തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലും ഉള്ളത് എന്തിനാണ്? എന്തോ? അല്ല. പാട്ട് പാടാൻ അറിയോ? ഒരു പാട്ട് പാടിത്തരുമോ? ഹലോ. പേരെന്താണ്? അഷ്ഫാഖ്. എവിടുന്നായിരുന്നു? മാംഗ്ലൂർ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെ. കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആർക്കാണ്? കരയും തോറും ആയുസ് കുറഞ്ഞു വരും. കരയും ആയുസ് കുറഞ്ഞു വരുന്നത് ആർക്കാണ്? കുസൃതി ചോദ്യമാണ് ഗൈസ്. കുസൃതി ചോദ്യം. പറ്റും, ആലോചിക്കൂ.
അതിങ്ങനെ ഉരുകി ഉരുകി തീരും. ഇത് മേനത്ത് പത്തി ക്യാൻഡൽ. ഞാനാണ് ആൻസർ പറഞ്ഞത്. എന്നാലും നമുക്ക് അത് ഗിഫ്റ്റ് ഉണ്ട് പക്ഷെ ഒരു പാട്ടോ എന്തെങ്കിലും നമുക്ക് വേണ്ടി പാടുമോ? എങ്കിലും ഗിഫ്റ്റ് തരും. പാടോ ഒരു പാട്ട്? രണ്ടുപേരെ കൂടെ ഞാൻ പാടാം. ഏതാ ഹിന്ദി പഠിക്കോ? കന്നഡ പാടിക്കാം. ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ എവിടെ കിട്ടും ഗൈസ്? വാ പാട്. ಭೇಟಿಯಾದ ಜಾಗ ನನ್ನೆ ಕಾಯುವಾಗ ಏಕಾಂತ ನಿನ್ನ അതോ വേണ്ട പാടിക്കോ. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഗോൾഡൻ ബേക്കറി ആണ്, മേൽപ്പറമ്പിലുള്ള. ഗിഫ്റ്റ് കൊടുക്കാം. അപ്പം ഗോൾഡൻ ബേക്കറിയിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി ഫുഡ് കഴിക്കുക. അവിടെ അടിപൊളി ഫുഡും എല്ലാം ഉണ്ട്. മേൽപ്പറമ്പ്. കൊടുക്കട്ടെ. താങ്ക് യു. ജിസീല. പേരെന്താ? ഫർസാന. എവിടുന്ന് വരുന്ന? നമ്മൾ ബേക്കറിയിൽ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അച്ഛൻ വന്നു എന്ന് പേര് വരുന്ന ഒരു ഫ്രൂട്ട്. ഫസ്റ്റിൽ തന്നെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് BV ബിരിയാണി റൈസിൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ആൻസർ പറഞ്ഞിട്ട് ജയിച്ചിരിക്കുകയാണ്. താങ്ക് യു. ഹലോ, പേരെന്താ? ഷാഹിദ. സുബൈർ. എവിടുന്ന് വരുന്നു? പടന്നക്കാട്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണേ. തേൻ കിട്ടാത്തത് കൊണ്ട് അല്ല, മൂളലുണ്ടോ? കുസൃതി ചോദ്യമാണ്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? കാണാത്തത് കൊണ്ട്. അല്ല, ഒന്നുകൂടെ കിട്ടും. തേനോട്ടിട്ടല്ലേ? അല്ല, തേനീച്ചയ്ക്ക് തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണ്? തേനീച്ച മൂളേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാണ് മൂളുന്നത്? അതിന്റെ ചെറിയിട്ട് ഇതാക്കുമ്പോ കുറ്റം മൂളുന്നില്ല, ചെറുട്ടടിക്കുന്നില്ലേ? അല്ല, കുസൃതി ചോദ്യം. വായില്ലത് വായി. സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതന്നെ. അപ്പൊ നമുക്ക് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. തേനീച്ച മൂളുന്നത് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് മൈക്കെയർ ആണ്. ഇത് കൊതുകുതിരിയാണ് മൈക്കെയറിൻ്റെ. കുഞ്ഞുങ്ങൾക്കും പ്രായമാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും റെഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.